വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച വിപണിയിൽ കണ്ടിരുന്നത്. വാരാന്ത്യം നേട്ടത്തിൽ അവസാനിച്ചുവെങ്കിലും അവസാന ദിവസം വലിയൊരു വിൽപ്പനയ്ക്ക് വിപണി കാരണമായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഉയർന്ന നിലവാരത്തിൽ നിക്ഷേപകർ ലാഭമെടുത്തായിരുന്നു വിപണിയുടെ നഷ്ടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. കമ്പനിയുടെ പ്രവർത്തന ഫലങ്ങൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും ഈ അവസാന ദിവസം ഉണ്ടായിട്ടുള്ള ഈ ഒരു വിൽപ്പന വരും ദിവസങ്ങളിൽ വിപണിയെ കൂടുതൽ വിൽപ്പനയിലേക്ക് നയിക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. എങ്കിൽ കൂടിയും 23,700 എന്നുള്ള പ്രധാന നിലവാരത്തിൽ മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് ഒരു അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കും. 24,200 എന്ന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. ഇന്നലെയും കഴിഞ്ഞ 2 ദിവസം വിപണിയിൽ വിൽപ്പനയിലുണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. ഇത് കാണിക്കുന്നത് വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ച് വിപണിയിലുള്ള നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും പല ദിവസങ്ങളിലും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. എന്നാൽ ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള ഒരു കനത്ത വിൽപ്പനയാണ് കഴിഞ്ഞ ദിവസം വിപണി നഷ്ടത്തിലേക്ക് എത്തിച്ചത്. വരും ദിവസങ്ങളിലും വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണി പ്രതീക്ഷിക്കണം. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ കൂടുതൽ വരാനിരിക്കുന്നതുകൊണ്ട് തന്നെ ഓഹരിയധിഷ്ഠിതമായ നീക്കങ്ങളും വിപണിയിലുണ്ടാവും. എന്തായാലും അടുത്ത ആഴ്ചയും വിപണിയിൽ ഒരു വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലോടെയുള്ള വ്യാപാരമായിരിക്കും നടക്കുക.